പ്രിയ സുഹൃത്തുക്കളെ, മനുഷ്യൻ ചന്ദ്രനിൽ പോയതിനെ കുറിച്ച് ഖുർആൻ എന്താണ് പറയുന്നത്? ചന്ദ്രയാത്രയെ ഖുർആൻ നിഷേധിക്കുന്നുണ്ടോ? അതോ ബഹിരാകാശത്തെക്കുറിച്ച് ഖുർആൻ മൗനം പാലിക്കുന്നുണ്ടോ? അള്ളാഹു കുൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചു എന്നത് ഖുർആനിൽ ഇല്ലാത്തൊരു കഥയാണോ? അതോ കുൻ ഫയക്കുൻ ഉണ്ടാകൂ അപ്പോൾ അതുണ്ടാകുന്നു എന്ന പ്രയോഗം ഖുർആനിൽ തന്നെ വ്യക്തമായി ആവർത്തിച്ചിട്ടുണ്ടോ? അതുപോലെ ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചത് 6 ദിവസങ്ങളിലാണോ? അതോ സൂറത്ത് ഫുസ്സിലത്തിലെ കണക്ക് കൂട്ടുമ്പോൾ 2ഉം 4ഉം 2ഉം ചേർന്ന് 8 ദിവസമാകുമോ? ഖുർആനിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വൈരുദ്ധ്യമുണ്ടോ? അതോ മലയാള പരിഭാഷ മാത്രം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണോ? ശ്രീ ലിയാഖത്ത് അലി ഉന്നയിച്ച ഈ 3 പ്രധാന വിമർശനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളച്ചൊടിക്കാതെ ആദ്യം വിമർശനം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കേൾക്കാം. തുടർന്ന് നമ്മുടെ അനുമാനങ്ങളല്ല, ഖുർആൻ സൂക്തങ്ങളും സ്വഹീഹായ റിപ്പോർട്ടുകളും സ്വഹാബികളുടെ വിശദീകരണവും പ്രമുഖ തഫ്സീറുകളും മുന്നിൽ വെച്ച് ഓരോ വിഷയവും പരിശോധിക്കാം. കാരണം നമ്മുടെ ലക്ഷ്യം ഒരാളെ പരാജയപ്പെടുത്തുകയല്ല, തെളിവുകൾ നമ്മെ എവിടേക്ക് നയിക്കുന്നു എന്ന് സത്യസന്ധമായി കണ്ടെത്തുകയാണ്. അള്ളാഹു പറയുന്നു, ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സ്വാദിഖീൻ. പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിമർശനത്തിലേക്ക് കടക്കാം. ഒറ്റയടിക്ക് ഉരുട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ചന്ദ്രനിൽ പോകുന്ന പോലും ഖുർആനിൽ ഉണ്ടല്ലോ. എവിടെയില്ല. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഗ്ഫിറുഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ലിയാഖത്ത് അലിയും ആ ഉമ്മയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉമ്മ പറയുന്നു, മനുഷ്യൻ ചന്ദ്രനിൽ പോകുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ലിയാഖത്ത് അലി മറുപടി നൽകുന്നു, ഇല്ല. ഈ മറുപടി ശരിയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ പോകുമെന്നോ അവിടെ കാലുകുത്തുമെന്നോ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഖുർആൻ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് സ്ഥാപിക്കേണ്ട ബാധ്യതയും ഒരു മുസ്ലിമിനില്ല. എന്നാൽ ഖുർആന്റെ ലക്ഷ്യം മനുഷ്യരാശിയുടെ ഭാവിയിലെ എല്ലാ ശാസ്ത്രീയ നേട്ടങ്ങളും മുൻകൂട്ടി പട്ടികപ്പെടുത്തുകയല്ല, മറിച്ച് ആകാശഭൂമികളെ നിരീക്ഷിക്കാനും പഠിക്കാനും ഖുർആൻ മനുഷ്യനെ ക്ഷണിക്കുന്നു. പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിക്കൂ. അതിനാൽ ചന്ദ്രയാത്രയും ബഹിരാകാശ ഗവേഷണവും ഖുർആനിന് എതിരല്ല, ആകാശത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഭാഗമാണ്. മനുഷ്യരാശിയുടെ പൊതുവായ വാസസ്ഥലം ഭൂമിയാണെന്നും ഖുർആൻ പറയുന്നു, വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലം വരെ വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. തുടർന്ന് അള്ളാഹു പറയുന്നു, ഫിഹാ തഹ്യൗന വഫിഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. അതിൽ നിങ്ങൾ ജീവിക്കും, അതിൽ നിങ്ങൾ മരിക്കും, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ഇത് മനുഷ്യവംശത്തിൻ്റെ പൊതുവായ ഭൗമജീവിതത്തെക്കുറിച്ചാണ്. ഓരോ മനുഷ്യനും ജീവിതത്തിലെ ഓരോ നിമിഷവും ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ ഉണ്ടായിരിക്കണമെന്നോ ഭൂമിക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലെന്നോ ഈ ആയത്തുകൾ പറയുന്നില്ല. ആകാശങ്ങളിലെ സൃഷ്ടികളെക്കുറിച്ച് ശ്രദ്ധേയമായ മറ്റൊരു പരാമർശവും ഖുർആനിലുണ്ട്. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതും അവ രണ്ടിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്ര. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടുവാൻ കഴിവുള്ളവനാണ് അവൻ. ഇവിടെ ഫീഹിമ, അവ രണ്ടിലും എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. ചില മുഫസ്സിറുകൾ ഇതിൽ മനുഷ്യരെയും മലക്കുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അഅലം. പറഞ്ഞോളൂ. പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചു എന്നാണല്ലോ. എത്ര ദിവസം കൊണ്ട്? ദിവസം അങ്ങനെ വേണ്ടല്ലോ. പുള്ളിക്ക് കുൻ എന്ന് പറയുമ്പോൾ ഖുർആനിലുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. കുൽ എന്ന് പറഞ്ഞാ പുള്ളിക്ക് കുൻ എന്ന് പറഞ്ഞപ്പോ സൃഷ്ടിച്ച കഥയൊന്നും ഇല്ല. പ്രപഞ്ചം സൃഷ്ടിച്ചു. ഉമ്മ പറയുന്നു, അള്ളാഹു കുൻ ഉണ്ടാകൂ എന്ന് കൽപ്പിച്ചാൽ അത് ഉണ്ടാകും. അതിനെ
ലിയാക്കത്തിൽ പറയുന്നത് കുൻ എന്ന കഥയൊന്നും ഖുർആനിലില്ല. കുൻ ഫയക്കുൻ ഖുർആനിലില്ല എന്ന പ്രസ്താവന വസ്തുതാപരമായി തെറ്റാണ്. കാരണം കുൻ ഫയക്കുൻ ഉണ്ടാകൂ അപ്പോൾ അത് ഉണ്ടാകുന്നു എന്ന പ്രയോഗം ഖുർആനിൽ ഒരിടത്തല്ല ഏകദേശം 8 സ്ഥലങ്ങളിൽ വ്യക്തമായി ആവർത്തിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 117-ാം വചനം, 3-ാം അധ്യായം 47-ാം വചനം, അതേ അധ്യായത്തിൽ 59-ാം വചനം, 6-ാം അധ്യായം 73-ാം വചനം, 16-ാം അധ്യായം 40-ാം വചനം, 19-ാം അധ്യായം 35-ാം വചനം, 36-ാം അധ്യായം 82-ാം വചനം, 40-ാം അധ്യായം 68-ാം വചനം. ബദിഉസ് സമാവാതി വൽ അർള് വഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഇല്ലായ്മയിൽ നിന്ന് ആകാശഭൂമികളെ ഉണ്ടാക്കിയവനാണവൻ. അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാവുക എന്ന വചനം മതി, അതോടെ അത് ഉണ്ടാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബദീഉ എന്ന പദം വളരെ ശ്രദ്ധേയമാണ്. മുമ്പുണ്ടായിരുന്ന ഒരു മാതൃക പകർത്താതെ സൃഷ്ടിക്കുന്നവൻ എന്ന ആശയമാണ് അത് നൽകുന്നത്. മനുഷ്യൻ എന്തെങ്കിലും നിർമ്മിക്കുമ്പോൾ മുമ്പേയുള്ള വസ്തുക്കൾ ആവശ്യമാണ്, ഉപകരണങ്ങൾ ആവശ്യമാണ്, പ്രകൃതി നിയമങ്ങളെ ആശ്രയിക്കണം, സമയവും അധ്വാനവും ആവശ്യമാണ്. എന്നാൽ അള്ളാഹു സൃഷ്ടിയുടെ ഭാഗമല്ല, അവൻ സൃഷ്ടിയുടെ സൃഷ്ടാവാണ്. വസ്തുവിൻ്റെയും ഊർജത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സമയത്തെയും അവ പ്രവർത്തിക്കുന്ന നിയമങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ്. അതുകൊണ്ട് കുൻ അള്ളാഹു സഹായത്തിനായി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമോ സാങ്കേതിക വിദ്യയോ അല്ല. അള്ളാഹു ഒരു കാര്യത്തിൻ്റെ അസ്തിത്വം ഉദ്ദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്താൽ അവൻ്റെ തീരുമാനം തടയാൻ ഒന്നിനും കഴിയില്ല എന്നതാണ് അതിൻ്റെ ആശയം. മനുഷ്യ സൃഷ്ടിയിൽ അള്ളാഹുവിൻ്റെ കഴിവ് വ്യത്യസ്ത രൂപങ്ങളിൽ ഖുർആനിൽ കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പുരുഷനോ സ്ത്രീയോ ഇല്ലാതെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ഹവ്വ അലൈഹിസ്സലാമിന് ഒരു പുരുഷനിൽ നിന്ന് സാധാരണ മാതാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പുരുഷൻ്റെ പങ്കില്ലാതെ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചു. മറ്റു മനുഷ്യർ പുരുഷൻ്റെയും സ്ത്രീയുടെയും കാരണത്തിലൂടെ ജനിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മതവിശ്വാസിയും ഭൗതികവാദിയായ യുക്തിവാദിയും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എവിടെയാണ്? അവർ തമ്മിൽ വേർപിരിയുന്ന ആ കൃത്യമായ അതിർവരമ്പ് ഏതാണ്? ഇരുവരും ഒരേ ജീവശാസ്ത്രത്തെ അംഗീകരിക്കുന്നുണ്ട്. പുരുഷന്റെ പങ്കില്ലാത്ത ഒരു മനുഷ്യജനനം സാധാരണ പ്രകൃതി നിയമങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് രണ്ടു കൂട്ടരും സമ്മതിക്കുന്നു. എന്നാൽ അവിടെ നിന്നാണ് അവരുടെ നിഗമനങ്ങൾ മാറി മറിയുന്നത്. ഒരു ഭൗതികവാദി പറയുന്നു, പ്രകൃതി നിയമങ്ങൾ മാത്രമാണ് അന്തിമ യാഥാർത്ഥ്യം, അതിനപ്പുറം ഒരു സൃഷ്ടാവില്ല, അതിനാൽ പ്രകൃതിക്ക് പുറത്തുള്ള ഒരു അത്ഭുതവും അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു വിശ്വാസിയുടെ നിലപാട് മറ്റൊന്നാണ്. പ്രകൃതി നിയമങ്ങൾ യാഥാർത്ഥ്യമാണ്, പക്ഷെ അവ സ്വയം ഉണ്ടായതല്ല. അവ സൃഷ്ടിച്ച അള്ളാഹുവിനെ അവൻ ഉദ്ദേശിക്കുമ്പോൾ ആ നിയമങ്ങൾക്ക് പുറത്തായി മറ്റൊന്ന് സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ തർക്കം ജീവശാസ്ത്രത്തെക്കുറിച്ചല്ല, മറിച്ച് പ്രകൃതി നിയമങ്ങളാണോ അന്തിമ യാഥാർത്ഥ്യം, അതോ അവക്കും അസ്തിത്വം നൽകിയ ഒരു സൃഷ്ടാവുണ്ടോ എന്ന ചോദ്യത്തിലാണ്. സൃഷ്ടാവുണ്ടെന്നും ഖുർആൻ അവൻ്റെ വെളിപാടാണെന്നും ബോധ്യപ്പെട്ട ഒരാൾക്ക് ഈസാ നബിയുടെ അസാധാരണമായ ജനനം യുക്തിപരമായി അംഗീകരിക്കാൻ ഒട്ടും പ്രയാസമുണ്ടാകില്ല. പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എത്ര ദിവസം കൊണ്ടാന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെന്ന്, എത്ര ദിവസം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓ, അന്ന് അത്രയ്ക്കും വിവരമുള്ള ആളല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന് ഞാൻ പഠിച്ചോളാം. എന്താ പറഞ്ഞേ, 6 ദിവസമാണോ 8 ദിവസമാണോ? പല കൺഫ്യൂഷനാണ്. അതിപ്പോ ഹദീസില് ഒരു വിഷയം വരും. ഹദീസല്ല, ഖുർആനിലുണ്ടോ? അത് ഞാൻ പഠിച്ചോളാം. ഇത് നല്ലൊരു ചോദ്യമാണ്. ശ്രീ ലിയാഖത്ത് ഉന്നയിക്കുന്ന സംശയം ആദ്യമായി ഈ പരിഭാഷ വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകാവുന്ന ന്യായമായ സംശയമാണ്. ആകാശങ്ങളും ഭൂമിയും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചുവെന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല. സൂറത്ത് ആറാഫിൽ 54-ാമത്തെ ആയത്ത്, യൂനിസിൽ 3-ാമത്തെ ആയത്ത്, ഹൂദിൽ 7-ാമത്തെ ആയത്ത്, അൽ ഫുർഖാനിൽ 59-ാമത്തെ ആയത്ത്, അസ്സജദിൽ 4-ാമത്തെ ആയത്ത്, ഖാഫിൽ 38-ാമത്തെ ആയത്ത്, അൽ ഹദീദിൽ 4-ാമത്തെ ആയത്ത്.
സൂറത്ത് ഫുസ്സിലത്തിലെ 9 മുതൽ 12 വരെയുള്ള സൂക്തങ്ങളുടെ ചില മലയാള പരിഭാഷകൾ വായിക്കുമ്പോൾ സാധാരണക്കാരനൊരു സംശയം തോന്നാം. ഭൂമിയുടെ സൃഷ്ടി 2, ഭൂമിയിലെ മലകളും വിഭവങ്ങളും 4, ആകാശങ്ങൾ 2, ആകെ 8. എന്നാൽ അറബി സൂക്തത്തിൽ ഭൂമിയിലെ വിഭവങ്ങൾക്കായി വേറെ 4 ദിവസം എന്നോ 4 അധിക ദിവസം എന്നോ പറഞ്ഞിട്ടില്ല. അതായത് അർബഅത്തി അയ്യാമിൻ ഉഖ്റ വേറെ 4 ദിവസങ്ങൾ എന്നോ അർബഅത്തി അയ്യാമിൻ ഇളാഫിയ്യ 4 അധിക ദിവസങ്ങൾ എന്നോ സൂക്തത്തിലില്ല. അതേസമയം ആദ്യത്തെ 2 ദിവസവും ഉൾപ്പെടെ എന്ന് നേരിട്ട് പറയുന്ന പ്രത്യേക പദവും സൂക്തത്തിലില്ല. അതുകൊണ്ട് ഒരു പരിഭാഷ മാത്രം വായിച്ച് ഇഷ്ടമുള്ള രീതിയിൽ അക്കങ്ങൾ കൂട്ടുന്നതിന് പകരം അറബി ഭാഷാ പ്രയോഗവും ഖുർആനിലെ മറ്റു സൂക്തങ്ങളും ആദ്യകാല തഫ്സീറുകളും പരിശോധിക്കണം. അള്ളാഹു പറയുന്നു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അങ്ങനെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മുതൽ ത്വബരി, ബാവി, ഇബ്നു കസീർ, ഖുർത്തുബി, റാസി, ജലാലൈൻ, സഅദി തുടങ്ങിയ വ്യാഖ്യാതാക്കൾ റഹിമഹുമുള്ള നൽകുന്ന കണക്ക് ഒരേ ഒന്നാണ്. ഭൂമിയുടെ പ്രാഥമിക സൃഷ്ടി 2, മലകളും വിഭവങ്ങളും ഒരുക്കിയത് 2, ഭൂമിയും അതിലുള്ളതും ആകെ 4, ആകാശങ്ങൾ 2, എല്ലാം ചേർന്ന് 6. അതിനാൽ ഖുർആനിൽ ഒരിടത്ത് 6ഉം മറ്റൊരിടത്ത് 8 എന്ന 2 കണക്കുകളില്ല. ആദ്യത്തെ 2 ദിവസവും ഉൾപ്പെടുന്ന ആകെ 4 ദിവസത്തെ 4 ദിവസം കൂടി എന്ന് മലയാള പരിഭാഷയിൽ നിന്ന് തെറ്റായി മനസ്സിലാക്കുമ്പോഴാണ് 8 എന്ന കണക്ക് ലഭിക്കുന്നത്. ഖുർആൻ പറയുന്നത് വ്യക്തമാണ്, ഭൂമിയും അതിലുള്ളതും 4, ആകാശങ്ങൾ 2, ആകെ 6 ദിവസം. പ്രിയ സുഹൃത്തുക്കളെ, ചന്ദ്രയാത്ര, കുൻ ഫയക്കൂൻ, 6 ദിവസത്തെ പ്രപഞ്ച സൃഷ്ടി എന്നീ 3 വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് സംസാരിച്ചത്. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ ചെറിയ അറിവുകൾ കൃത്യമായ തെളിവുകളിലൂടെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ ലക്ഷ്യം ആരെയെങ്കിലും പരാജയപ്പെടുത്തുകയല്ല, സംശയങ്ങളിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മനുഷ്യരെ ക്ഷണിക്കുകയാണ്. അള്ളാഹു പറയുന്നു, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, വിശ്വസിച്ചവരുടെ രക്ഷാധികാരി അള്ളാഹു ആകുന്നു. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. അള്ളാഹു ഈ ചെറിയ പരിശ്രമം സ്വീകരിക്കുകയും സത്യം മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ.